പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇവിടെ പറ്റെന്ന് പറഞ്ഞതുള്ളത് ഇവിടുത്തെ കുരങ്ങന്മാരുടെ ഉള്ളൂ. 500 രൂപ ഡെയിലി ഇപ്പം പറ്റണ്ട. ഡെയിലിയോ? ഡെയിലി അല്ല, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിങ്കോയ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന നല്ല എടുത്തുകൊണ്ട് പോകും. ഇടുക്കി ഡാം പാർക്ക് എന്നറിയപ്പെടുന്ന ഇടുക്കി ഹിൽവ്യൂ പാർക്കിലേക്ക് എത്തുകയാണ്. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾക്ക് മനം മയക്കുന്ന പ്രകൃതി കാഴ്ചകൾ കൺകുളിർക്കെ കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും. ഇടുക്കിയിൽ ധാരാളം കാഴ്ചകളുണ്ട്. അവയിൽ ഒന്നാണ് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും തടാകവും ഒരു ഫ്രെയിമിൽ ലഭിക്കുന്ന ഹിൽവ്യൂ പാർക്കിൽ നിന്നുള്ള കാഴ്ചകൾ. ഹിൽവ്യൂ പാർക്കിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ കാണാം. രാമക്കൽമേട്, മൂന്നാർ, ഇടുക്കി ആർച്ച് ഡാം, ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹിൽവ്യൂ പാർക്ക്, ആമപ്പാറ, മറയൂർ, വാഗമൺ, തേക്കടി, തൊമ്മൻകുത്ത് വാട്ടർഫാളാണത്, അരുവിക്കുഴി വ്യൂ പോയിൻറ്റ്, പാഞ്ചാലിമേട്. ഇതൊക്കെയാണ് ഇടുക്കിയിലെ പ്രധാന ടൂറിസം സ്പോട്ടുകൾ. ഇനി നമുക്ക് ഈ ഹിൽവ്യൂ പാർക്കിലോട്ടൊന്ന് നടക്കാം. നിങ്ങളും കൂടെ കൂടിക്കോളൂ. പ്രവേശന കവാടം മുതൽ നടപ്പാതകളെല്ലാം തന്നെ കൽപ്പാതകളാണ്. പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം പ്രവേശിക്കുവാൻ. ഈ ബോർഡ് കണ്ടല്ലോ, ഇതാണ് ടിക്കറ്റ് നിരക്കുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രവേശന കവാടം കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു മണ്ഡപം കാണാം. അവിടെ ഇരുന്ന് വിശ്രമിച്ച് വേണമെങ്കിൽ പാർക്കിലേക്കുള്ള നടത്തം തുടരാം. തൊട്ടു ചേർന്ന് തന്നെ ചായ, സ്നാക്സ് എന്ന് വേണ്ട ആവശ്യ സാധനങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഷോപ്പ് ഓണർ സിബിയോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഹിൽവ്യൂ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട DTPC അണ്ടറിലുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അതിനടുത്ത് തന്നെ നമ്മുടെ ഒരു കോഫി ഷോപ്പും ഇതൊക്കെ എൻട്രൻസാണ് കാണുന്നത്. ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം എന്ന് തന്നെ പറയാം. DTPCയുടെ ഇതിൽ നടന്നുകൊണ്ട് ഏറ്റവും നല്ല പാർക്കിനുള്ളൊരു അവാർഡും ഒക്കെ കിട്ടിയ ഒരു സ്ഥാപനമാണിത്. എല്ലാ ദിവസങ്ങളും ഇത് പ്രവർത്തനമല്ലേ? എല്ലാ ശനി, ഞായർ 365 ദിവസവും ഇത് പ്രവർത്തനമാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പാസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചായ, സ്നാക്സ്, ഐസ്ക്രീം, അതുപോലെ എല്ലാ ഐറ്റം ഉണ്ട്. അതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. സിപ്പ് ലൈന്, ബോട്ടിങ്, അങ്ങനെയുള്ള കുറേ എല്ലാം മേളിലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഈ ജില്ലയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തന്നെ പറയാം. ഓക്കെ. ഡാമിൻ്റെ വ്യൂ ആണ് വേറൊരു പ്രധാന പോയിന്റ്. അതായത് രണ്ട് ഡാം കാണാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, രണ്ട് ഡാമിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. ലേക്ക്, നല്ലൊരു ലേക്ക് ഉണ്ട്. അത്യാവശ്യം കൊട്ടവഞ്ചി, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം മുകളിൽ തന്നെ അല്ലേ? എല്ലാം ഉണ്ട്. ഇതുപോലെ ഒരു ഹില്ലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതയോട് കൂടി നമ്മുടെ ജില്ലയിൽ തന്നെ അല്ല, മറ്റ് കേരളത്തിൽ തന്നെ കുറവാന്ന് പറയാം. ഇവിടെ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ആ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. സിബി, ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് കച്ചവടമാണല്ലോ. എല്ലാവരും നമുക്ക് മുഖപരിചയമില്ലാത്ത ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ മാത്രമല്ല ഇവിടെ വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് 1 രൂപ പോലും ഇവിടെ ക്രെഡിറ്റ് ഇല്ല. വരുന്നതെല്ലാം കൂടുതലും ഗൂഗിൾ പേ, ആ സംവിധാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇവിടെ പറ്റെന്ന് പറഞ്ഞതുള്ളത് ഇവിടുത്തെ കുരങ്ങന്മാരുടെ ഉള്ളൂ. കുരങ്ങന്മാർക്ക് പറ്റോ? 1500 രൂപ ഡെയിലി ഇപ്പം പറ്റണ്ട. ഡെയിലിയോ? ഡെയിലി അല്ല, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിങ്കോയ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന നല്ല എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കുരങ്ങന്മാർക്ക് മാത്രം പറ്റു കൊടുക്കണം. അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ആർക്കും പറ്റില്ല. അവന്മാർ കിട്ടുമ്പോൾ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന എടുത്തുകൊണ്ട് പോകും. ഇവിടെ രാവിലെ ഒരു ദിവസം തന്നെ പല സമയത്ത് വരും, കുരങ്ങന്മാർ വരും. ഓക്കെ. അപ്പോൾ വരുന്ന ആൾക്കാർക്കും അതൊരു രസമാണ്. കുരങ്ങന്മാർക്ക് എന്തായാലും ഭക്ഷിക്കണ്ടേ? പിന്നെ DTPCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഹിൽവ്യൂ പാർക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു തന്നെയാണ് കൊണ്ടുപോകുന്നത്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പ് ദൃശ്യമാകും. പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചോളൂ എന്ന് തോന്നും വിധമാണ് ഈ പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, ഡാം ലേക്ക്, കുറവൻമല, കുറത്തിമല, മറ്റ് മലനിരകൾ എല്ലാം നമുക്ക് ഈ പാർക്കിൽ നിന്നാൽ ഒരു ആകാശ വ്യൂ നൽകുന്നുണ്ട്. ഈ കാഴ്ചയുടെ ഒരു ഭംഗി വാക്കുകൾ കൊണ്ട് എങ്ങനെ പുകഴ്ത്തിയാലും അധികമാവില്ല. ഡാമിനോട് ചേർന്ന ഈ പാർക്ക്
ഇടുക്കി ഹിൽ വ്യൂ പാർക്ക് എന്ന് അറിയപ്പെടുന്നെങ്കിലും ചെറുതോണി ഡാമിനോട് ചേർന്നാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനം. എപ്പോഴും വൈകിട്ട് 3 മണിക്ക് ശേഷം വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഞങ്ങൾ എത്തിയത് ഉച്ച സമയമായതിനാൽ നല്ല വെയിലാണ്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലേക്കുണ്ട്. ഇത് ഡാം ലേക്ക് അല്ല ഉദ്ദേശിച്ചത്. ഈ ലേക്ക് രൂപപ്പെട്ടത് ഡാം നിർമ്മാണ കാലഘട്ടത്തിലാണ്. ഇവിടെ നിന്നുമാണ് ഡാമിന് ആവശ്യമായ കരിങ്കല്ലുകളും മെറ്റലുകളും പൊട്ടിച്ച് മാറ്റിയത്. അങ്ങനെയാണ് ഈ ലേക്ക് രൂപപ്പെട്ടത്. മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളമുണ്ട് എന്നുള്ളത് ഏത് സീസണിലെത്തുന്ന സഞ്ചാരികൾക്കും ഒരുപോലെ ആസ്വദിക്കാനാകും. ഈ ലേക്കിൻ്റെ ഇരു കരകളെയും ബന്ധിപ്പിച്ചാണ് കപ്പിൾ സിപ്പ് ലൈൻ എന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റി. ഇതിന് കുറുകെ തന്നെയാണ് ബർമ ബ്രിഡ്ജ്, സ്കൈ സൈക്ലിംഗ് എല്ലാം തന്നെ. ഇവിടെ എത്തുന്നവർ കൂടുതലും ഉപയോഗിച്ച് കാണുന്നത് ഈ സിപ്പ് ലൈൻ തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ ലേക്കിന് മുകളിലൂടെയാണ് ഈ സിപ്പ് ലൈൻ എന്ന പ്രത്യേകത കൊണ്ടാകാം. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് പരിശോധിച്ചാൽ അനവധി ആക്ടിവിറ്റീസ് നമുക്ക് സന്ദർശകർക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗെയിൻഡ് സ്വിംഗ്, കപ്പിൾ സിപ്പ് ലൈൻ, അഡ്വഞ്ചർ ടവർ, ആർച്ചറി, ബർമ ബ്രിഡ്ജ്, സ്കൈ സൈക്കിൾ, റിപ്പല്ലിംഗ്, കിഡ്സ് പാർക്ക്, കമാൻഡോ നെറ്റ്, ഭംഗി ട്രംപോളിയൻ, കുട്ടവഞ്ചി, ജമ്പിംഗ് മാറ്റ് എന്നിങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് സന്ദർശകർക്കായിട്ട് ഇവിടെ ഉണ്ട്. ഇടുക്കി അണക്കെട്ടിൻ്റെ ജലനിരപ്പിൽ നിന്നും 350 അടി ഉയരത്തിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ ആസ്ഥാന പട്ടണമായ ചെറുതോണിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക്. 8 ഏക്കറിൽ പരന്നു കിടക്കുന്ന മനോഹരമായ ഒരിടം. അതിൻ്റെ മനോഹാരിത കൂട്ടാൻ പ്രകൃതിദത്തമായ ഒരു തടാകവുമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സന്ദർശകർക്ക് ഇവിടെ നിന്ന് പരിസ്ഥിതിയുടെ മനോഹരമായ കാഴ്ച ലഭിക്കും. ഇടുക്കിയിലെത്തുന്നവരോട് ഒന്ന് പറയട്ടെ, ഹിൽ വ്യൂ പാർക്ക് സന്ദർശിക്കാതെ ഇടുക്കി സന്ദർശനം പൂർത്തിയാകില്ല. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ മനോഹര ചിത്രങ്ങൾ പകർത്താനുമാകും. ഇടുക്കി അണക്കെട്ടിൻ്റെയും ചെറുതോണി അണക്കെട്ടിൻ്റെയും മനോഹരമായ ദൃശ്യം ഈ പാർക്ക് നിങ്ങൾക്ക് നൽകുന്നു. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്ക് വീണ്ടും കാണാം മറ്റ് പലവിധ വീഡിയോകളുമായി. അതുവരെ ഗുഡ് ബൈ.